എവിടെയല്ലേ നമ്മുടെ സ്വന്തം പാലക്കാട്. നല്ല ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. അതായത് നല്ല വെജിറ്റേറിയൻ ഫുഡ്. അത് വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഒരു കലവറ തന്നെയാണ്. കാരണം മസാല ദോശ, നെയ്റോസ്റ്റ്, പൂരി, അതുപുറമെ തന്നെ പൊങ്കൽ. ഈ പൊങ്കലൊക്കെ തമിഴ്നാട് കൾച്ചറാണ്. പക്ഷെ പൊങ്കൽ കിട്ടും. പിന്നെ എന്തൊക്കെ കിട്ടും. അപ്പോൾ വിട്ടാലോ? നല്ല അടിപൊളി വെജിറ്റേറിയൻ ഹോട്ടലിലാണ്. അപ്പം ബാക്കി കഥയെല്ലാം അങ്ങോട്ട് പോയിട്ട് പറയാം. ബാ. കണ്ടില്ലേ, സോഷ്യൽ കിച്ചൺ. അതായത് നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ സമൂഹ അടുക്കള എന്നൊക്കെ അറിയാലോ, നമുക്കറിയാലോ. നമ്മൾ കേരളത്തിലെ ഏറ്റവും ഭയങ്കര കഴിഞ്ഞ മുൻവർഷങ്ങളിൽ ഹിറ്റായതാണ് സമൂഹ അടുക്കള. അതുപോലെ തന്നെ അതേ പേരായിട്ടേക്കുന്നത് സോഷ്യൽ കിച്ചൺ എന്നുള്ള പേര്. അതായത് ഓപ്പണാണ്, ഡൈനിങ് മൊത്തം ഓപ്പണാണ്, സെൽഫ് സർവീസാണ്. നമ്മൾ ചെയ്യുക, നമ്മൾ ഓർഡർ ചെയ്യുക, അപ്പോൾ കൗണ്ടറിൽ വിളിക്കും, അപ്പോൾ നമ്മൾ ഭക്ഷണമായി പോയി വാങ്ങുക, പോയിരുന്ന് കഴിക്കുക. ഈ ആംബിയൻസ് ആണ് മക്കളെ പൊളി. ഇത് കണ്ടില്ലേ, നമുക്ക് വേണ്ട ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ഈ സെൽഫ് സർവീസ് ആട്ടോ കാര്യങ്ങളെല്ലാം. ഇതാ കാരാബത്ത്, കേസരി ബത്ത്, ചൊവ്വ ബത്ത്, സാമ്പാർ, ഇഡ്ഡലി, തൊട്ടത് ബീവറേജ് നോക്കുകയാണെങ്കിൽ കോഫി ഐറ്റംസ് ഉണ്ട്, ലസ്സി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റം എന്താ വെച്ചാൽ ഓർഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ ആയി നോക്ക് ഫുൾ ഐറ്റംസ്. ഇനി ഇതിന് പുറമെ തന്നെ തൊട്ടപ്പുറത്ത് കൗണ്ടർ വേറെ ഉണ്ട്. ആ കൗണ്ടർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യാം. ഇത് GPay വഴിയാണ് സാധനം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അടുക്കള ചെന്നിട്ട് ബാക്കി കഥ പറയാം. ബാ. ഇതാണ് മുതലാളി. മുതലാളി എന്നാണ്ട്? സുഖം തന്നെ? സുഖം. എന്താ അവസ്ഥ? നന്നായി പോകുന്നു. ലാഭത്തിലല്ലേ? ഓ, ലാഭത്തിലാണ്. എന്നെ കൂട്ടണോ? പാർട്ണറായിട്ട് കൂട്ടണോ? നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ? എങ്ങനെയാ കട? വേറെ പാലക്കാട് ഒരു ഔട്ട്ലെറ്റ് കൂടിയുണ്ട്, വിക്ടോറിയ കോളേജിന്റെ അടുത്ത്. പിന്നെ ഒരു ഔട്ട്ലെറ്റ് ആർഎസ് കോയമ്പത്തൂർ. നമ്മളിപ്പോ പ്രോപ്പർ സ്ഥലം പറയുന്നത് മേഴ്സി കോളേജ്, പാലക്കാട് മേലാമറി മേഴ്സി കോളേജിന്റെ അടുത്ത്. അത് സിറ്റിന്ന് വരികയാണെങ്കിൽ സിറ്റി എത്ര ദൂരം ഉണ്ടാവും? സിറ്റിന്ന് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ സ്റ്റാർട്ടിന്ന്. ഓക്കെ. എന്താ ഇങ്ങനെ ഐഡിയ തോന്നാൻ കാരണം എന്താ? ഒരു ഓപ്പൺ കിച്ചൺ എന്നുള്ള പേരിൽ? ബേസിക്കലി ഞാൻ ഹോട്ടലിയർ അല്ല, ഞാനൊരു ബാങ്കിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 2019 സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഈ അഫോർഡബിൾ ഫുഡ്, ഒരു ഹൈജീനിക് എന്നുള്ള കൺസെപ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഫിൽറ്റർ കോഫി ഒക്കെ 10 രൂപ കൊടുത്താൽ മുതലാവുമോ? കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ മുതലാവും. നമുക്ക് ഷേക്ക് എത്ര റേറ്റ്? 49. എല്ലാ ഷേക്കും? ജ്യൂസ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം 49. അങ്ങോട്ടും ഇങ്ങോട്ടും 300 ml തന്നെയാണ്. നമ്മൾ 49 എന്ന് പറയുമ്പോൾ ആളുകൾ പാലിന്റെതും അതുപോലെ ജ്യൂസിന്റെ ക്വാളിറ്റി ഒക്കെ കാണാം. അപ്പൊ അത് നമ്മൾ ഫുള്ളി വിസിബിൾ ആണ്. കസ്റ്റമർക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന കാണാം. ഇല്ല, കസ്റ്റമർക്ക് നേരിട്ട് കാണാം. നമ്മുടെ വാക്ക് ത്രൂ കിച്ചൺ ആണ്. കസ്റ്റമർക്ക് ഹെഡ് ക്യാപ്പ് യൂസ് ചെയ്യുക, കിച്ചണിന്റെ ഉള്ളിൽ കയറി വിസിറ്റ് ചെയ്യാം. വാഷ് ഏരിയ, ഗ്രൈൻഡിങ് ഏരിയ എല്ലാം കാണാം. ഉടുപ്പി ക്യുസീൻ ആണ്, കേരള ക്യുസീൻ അല്ല ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതായത് കർണാടക സ്റ്റൈലാണ്. അപ്പൊ സ്റ്റാഫ് കർണാടക ടീമാണ്. നമ്മളെ വെറൈറ്റി ഐറ്റം നമ്മളെന്താ? വെറൈറ്റി ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഐറ്റംസ് ഓപ്പൺ ബട്ടർ മസാല ദോശ, അതുപോലെ നമ്മളുടെ ഉടുപ്പി മസാല ദോശ, അതുപോലെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഷെസ്വാൻ സോസ് ഉണ്ട്, അതിലുണ്ടാക്കുന്ന ഷെസ്വാൻ മസാല, അതൊക്കെയാണ് ദോശ വെറൈറ്റീസ് തന്നെ ഹൈ ഡിമാൻഡ്. പിന്നെ ഈവനിങ്ങിൽ നല്ല ഡിമാൻഡാണ് ബട്ടൂരയ്ക്ക്, ഷോലെ ബട്ടൂര. അപ്പൊ ഈ കഥകളെല്ലാം ഈ അടുക്കള അകത്ത് പോയിട്ട് പറയാം. ഇത് കണ്ട്, ഇതാണ് നമ്മൾ ചെറിയ എൻട്രി. ഇതിൽ എൻട്രി ഉണ്ട്, തൊട്ടപ്പുറം വേറെ എൻട്രി ഉണ്ട്. ഇതിലാണ് പോയേക്കാം അല്ലേ? ബാ. മസാല ദോശയ്ക്ക് വെറും 49 രൂപ. അതുപോലെ ഗീ റോസ്റ്റ് ആണെങ്കിൽ 39 രൂപ. കാരണം വെജിറ്റേറിയൻ ഫുഡിന് നമുക്കറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോയി കഴിഞ്ഞാൽ എല്ലാ കടകളും ഭയങ്കര റേറ്റാണ്. പക്ഷേ ഗീ റോസ്റ്റൊക്കെ 39 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആശ എന്തൊക്കെയോ എന്താ ഐറ്റം? അതിപ്പോ മസാല ദോശയോ, ഒന്ന് ഗീ റോസ്റ്റ്, പിന്നെ ഒരു ഷെസ്വാൻ മസാലയുണ്ട്. അത് നമ്മളൊരു വെറൈറ്റി ഐറ്റം, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മസാല. അടിപൊളി. പിന്നെ ഒരു ഓപ്പൺ ബട്ടർ മസാല. ഇത് വടാപ്പാവോ? ഇത് വടാപ്പാവിന്റെ ബൺസ് ഫ്രൈ ചെയ്തോണ്ടിരിക്കും. കർണാടക ഡെലിക്കസിയാണ്, മധുർ വട എന്ന് പറയും. മധുർ വട. ഇതോ? ഇത് ഗോലി ബജി. ഇത് സമൂസ.
ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ജീര റൈസ് എല്ലാം അതിൽ കോംബോസ് ആയിട്ട്. ഇപ്പോൾ 99 കോംബോ, അതിൽ ഫ്രൈഡ് റൈസ്, ഗോബി 65, ലൈം അങ്ങനെ എല്ലാം കൂടി 99 കോംബോ. അല്ലെങ്കിൽ എല്ലാ ഐറ്റംസും 69, റൈസ് വെറൈറ്റീസ് എല്ലാം 69 രൂപ. എല്ലാം ഈ 69, 49, 39 അങ്ങനെ കളിയല്ലേ? അതെ അതെ. നമ്മൾ എല്ലാവരും സോഷ്യലായിട്ട് ഒന്ന് ഇരിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക, ആ ഒരു കൺസെപ്റ്റിലാണ് സോഷ്യൽ എന്നുള്ളത് വന്നത്. സാമൂഹ്യ അടുക്കള എന്നുള്ള ഫീലല്ല. നല്ല ദോശനെ കൂട്ടി 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 മസാല ദോശ, ഫ്രൈഡ് റൈസ്, എന്തൊക്കെ വേറെ എന്തൊക്കെയല്ലേ എല്ലാം വെറൈറ്റി എല്ലാം എല്ലാം എടുത്തിട്ട് അടിച്ച് കോച്ച് കഴിക്കാം. വാ, നമുക്ക് ഈ ആംബിയൻസിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അത് രാവിലത്തെ ബെറ്റർ ഈവനിങ് ആയിരിക്കും അങ്ങോട്ട്. ഈവനിങ്ങും മഴ സമയം നല്ല രസമാണ്. ഭയങ്കര ആംബിയൻസ് ആയിരിക്കും അല്ലേ? ഭക്ഷണം കഴിച്ചാ? ആണോ? നല്ല കഴിക്കണം കേട്ടോ. ഇതെന്താ ഐറ്റടാ? മസാല ദോശ. ഇത് നമ്മുടെ ഇത് നമ്മൾ തന്നെ ഇതാണ് ഉണ്ടാക്കുന്ന സോസാണ്. നമ്മൾ ഈ ടൊമാറ്റോ സോസ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ടൈപ്പ് അല്ല, ടൊമാറ്റോ പ്യൂരി വെച്ച്. ഇത് ഓപ്പൺ ബട്ടർ മസാല. ഓപ്പൺ ബട്ടർ മസാല കണ്ടാ? ബട്ടറാണ്, മസാല ഉണ്ട്. ഓപ്പൺ ബട്ടർ മസാല ദോശ. മസാല ദോശ. ഈ പാവുചിലെ ഇതിന്റെ കറി എന്തായിരുന്നു വരുന്ന ഐറ്റം? ഇതില് ഗ്രീൻ പീസ്, കോളിഫ്ലവർ, കാപ്സിക്കം അങ്ങനെ. ദിവസം മാറി മാറി വരുമോ? എങ്ങനെയാ? ഇല്ലില്ല, ഒറ്റ പാവഭാജി ഒറ്റ ഫ്ലേവർ ആണ് വരാ. കഴിച്ചു നോക്കൂ. ഞാൻ ഓപ്പൺ ദോശ ബട്ടറും കുറച്ച് മസാലയും ആ പൊടിയെല്ലാം കൂടി ഒന്ന് കഴിച്ചാൽ നന്നായിട്ടുണ്ടാവും. ബട്ടറും കുറച്ച് മസാലയും മസാല ദോശ. ഇതാണ് നമ്മളെ ഏറ്റവും മൂവിങ് ഉള്ള ഐറ്റം. അത് കാണുമ്പം എനിക്ക് തോന്നി ചെറുതാണ് കേട്ടോ, പക്ഷേ ഭയങ്കര തിക്നെസ്സാണ്. ഇത്രയും കട്ടിൽ വലിയ ദോശയോ ഒരു ദോശ കഴിച്ചാൽ തന്നെ അത്യാവശ്യം ഓപ്പണിംഗ് എപ്പോഴും രാവിലെ മോർണിംഗ് 7 മണിക്ക് ഓപ്പൺ ആവും. നൈറ്റ് 9:30, 9:45 വരെ ഉണ്ടാവും. അപ്പം വന്നു കഴിഞ്ഞാൽ ഈ ആംബിയൻസിൽ നല്ല കോളും നല്ല കാറ്റെല്ലാം കൊണ്ട് നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാം, നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എന്തായാലും ബൈ. ഓക്കെ, സീ യു.